Good afternoon. We are going to discuss about the modern theory of cost, the remaining part of the modern theory of cost. In the previous class also we have discussed about the modern theory of cost, and in that we have discussed about the average fixed cost. And today we are going to discuss about average variable cost. So as in the traditional theory also, there is average variable cost in modern microeconomics. In modern microeconomics also there is average variable cost. It also distinguishes another type of cost, that is the average variable cost. So average variable cost consists of the direct labor which varies with output. First category of our first component of average variable cost is the direct labor which varies with output. അതായത് പ്രൊഡക്ഷൻ ഉള്ളപ്പോൾ മാത്രം നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ലേബറേഴ്സിനെയാണ് നമ്മൾ ഒന്നാമതായി ആവറേജ് വേരിയബിൾ കോസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ ആ ലേബറേഴ്സ് നമ്മൾ എംപ്ലോയ് ചെയ്യാറില്ല. അപ്പോൾ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നതനുസരിച്ച് വേരി ചെയ്യുന്ന കോസ്റ്റാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഡയറക്റ്റ് ലേബറിനെ നമ്മൾ ആവറേജ് വേരിയബിൾ കോസ്റ്റിനകത്ത് ഉൾപ്പെടുത്തും. ദെൻ റോ മെറ്റീരിയൽസ് ഓൾസോ വി പർച്ചേസ് during the production process or for the production process we purchase raw materials. So raw materials are another type of item which is included in the variable cost or average variable cost. Then running expenses of machinery. So what are the running cost of machinery? നമ്മൾ മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുന്ന എന്തെല്ലാം കോസ്റ്റ് വേണം, അതിനാവശ്യമായ ഫ്യൂവൽ, അതിനാവശ്യമായ മറ്റ് ലൂബ്രിക്കൻസ്, അതിനെയൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, ആവറേജ് വേരിയബിൾ കോസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനമായിട്ട് 3 ഐറ്റംസ് നമ്മൾ പറയുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റിൽ: ഡയറക്റ്റ് ലേബർ വിത്ത് ചേഞ്ചസ് വിത്ത് ഔട്ട്പുട്ട്, ദെൻ റോ മെറ്റീരിയൽസ് കോസ്റ്റ്, ദെൻ അഗെയിൻ റണ്ണിങ് എക്സ്പെൻസസ് ഓഫ് മെഷീനറി. അങ്ങനെ 3 കാര്യങ്ങളെയാണ് നമ്മൾ ആവറേജ് വേരിയബിൾ കോസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. സോ ഹിയർ the shortened average variable cost, according to the modern theory, the shortened average variable cost has a saucer type shape. saucer നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സോസറിൻ്റെ ഷേപ്പ് കണ്ടിട്ടുണ്ടാവും. സോ അതുപോലെ ഷോർട്ടൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് മോഡേൺ തിയറിയിൽ പറയുന്നത് ഇറ്റ് ഹാസ് എ സോസർ ഷേപ്പാണുള്ളത്. SAUCER, സോസർ. നമ്മൾ കപ്പും സോസറും കണ്ടിട്ടുണ്ട്, ആ സോസറിൻ്റെ ഷേപ്പാണുള്ളത്. അതായത് അതിനൊരു ബ്രോഡ്ലി യു ഷേപ്പാണ്. അപ്പം നമുക്ക് യു ഷേപ്ഡ് കേഴ്സ് നമ്മൾ പറഞ്ഞു, ട്രഡീഷണൽ തിയറിയിൽ നമ്മൾ യു ഷേപ്ഡ് കേഴ്സിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഹിയർ ദിസ് ഷോർട്ടൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് അക്കോർഡിംഗ് ടു ദ മോഡേൺ തിയറി ഇറ്റ് ഹാസ് എ സോസർ ഷേപ്പ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബ്രോഡ് യു ഷേപ്പ്. ബ്രോഡ്ലി യു ഷേപ്ഡ് ആണ്. അതായത് ദർ ഇസ് എ ഫ്ലാറ്റ് സ്ട്രെച്ച് ഓവർ എ റേഞ്ച് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഒരു ഔട്ട്പുട്ട് റേഞ്ചിൽ അതിനൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ച് ഉണ്ടാവും, കുറേ ഭാഗത്തേക്കൊരു ഫ്ലാറ്റ് സ്ട്രെച്ച് ഉണ്ടാവും. പക്ഷേ നമ്മൾ ട്രഡീഷണൽ തിയറിയിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് യു ഷേപ്ഡ് ആണ്, അതിനൊറ്റ ഓപ്റ്റിമം ഔട്ട്പുട്ടേ ഉള്ളൂ, ലോവസ്റ്റ് പോയിൻ്റ് ഒറ്റ എണ്ണേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു റേഞ്ച് ഓഫ് ഔട്ട്പുട്ടിന്, അപ്പോൾ അതായത് ഒരു ഔട്ട്പുട്ട് റേഞ്ച് മൊത്തത്തിൽ അതിന് ഒരു ഫ്ലാറ്റ് സ്ട്രെച്ചാണുള്ളത്. അപ്പോൾ ആ ഫ്ലാറ്റ് സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷോസ് ദ റിസർവ് കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ്. അത് പ്ലാന്റിൻ്റെ റിസർവ് കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്ലാന്റിന് എന്താണ്, നിലവിലുള്ള ടെക്നോളജി, നിലവിലുള്ള പ്ലാന്റ് സൈസ് ഉപയോഗിച്ചിട്ട് അഡീഷണലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണത്, റിസർവ് കപ്പാസിറ്റിയാണത് ഈ ഫ്ലാറ്റ് സ്ട്രെച്ച് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റ് സ്ട്രെച്ചിൽ, ഓവർ ദിസ് ഫ്ലാറ്റ് സ്ട്രെച്ച് ദ ഷോർട്ടൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. അപ്പോൾ ഇവിടെ ഷോർട്ടൺ ആവറേജ് വേരിയബിൾ കോസ്റ്റും ഈ ഫ്ലാറ്റ് സ്ട്രെച്ചിൽ മാർജിനൽ കോസ്റ്റും ഷോർട്ടൺ ആവറേജ് വേരിയബിൾ കോസ്റ്റും രണ്ടും സെയിം ആയിരിക്കും, രണ്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിന് ഓരോ യൂണിറ്റ് ഔട്ട്പുട്ട് എടുത്താലും അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും. ഏതൊക്കെയാണ്? ഷോർട്ടൺ ആവറേജ് വേരിയബിൾ കോസ്റ്റും അതുപോലെ മാർജിനൽ കോസ്റ്റും. ദേ ബോത്ത് ആർ കോൺസ്റ്റൻ്റ് ആസ് വെൽ ആസ് ഈക്വൽ. ബട്ട് to the left of this flat stretch, MC will be below the shortened average variable cost. പക്ഷേ ഈ ഫ്ലാറ്റ് സ്ട്രെച്ചിന് ഇടത് ഭാഗത്തേക്ക്, ഈ ഫ്ലാറ്റ് സ്ട്രെച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ എന്ന് പറയുന്നത് MC will be below shortened average variable cost. MC ഏതിന് താഴെയായിരിക്കും? shortened average variable cost താഴെയായിരിക്കും. അതേസമയം to the right of this flat stretch the MC will rise and will be above the shortened average variable cost. പക്ഷേ ഈ ഫ്ലാറ്റ് സ്ട്രെച്ച് അവസാനിക്കുന്ന സ്ഥലത്ത് അതിന് റൈറ്റിലേക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഫ്ലാറ്റ് സ്ട്രെച്ചിൻ്റെ റൈറ്റിലേക്ക് MC വർദ്ധിക്കുന്നു, മാർജിനൽ കോസ്റ്റ് വർദ്ധിക്കുന്നു. ദാറ്റ് വിൽ ബി എബവ് ദ ഷോർട്ടൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അതെന്തിന് മുകളിലായിരിക്കും? ഷോർട്ടൺ ആവറേജ് വേരിയബിൾ കോസ്റ്റിന്
മുകളിലായിരിക്കും, കൂടുതലായിരിക്കും. MC അവിടെ വർദ്ധിക്കുകയും ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റിന് കൂടുതൽ മുകളിലായിരിക്കുകയും ചെയ്യും. നമുക്ക് ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞു ലെഫ്റ്റ് ഫ്ലാറ്റ് സ്ട്രെച്ച് MC വിൽ ബി ബിലോ ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് the reduction in cost due to the better utilization of the fixed factors and as a result of increased skills and productivity of the variable factor. അപ്പം ഈ ഭാഗത്ത്, അതായത് ഈ പോർഷനിൽ ഫോളിംഗ് പാർട്ടിൽ, അതായത് ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറയുന്ന ഭാഗം, അതായത് ഈ ഫ്ലാറ്റ് സ്ട്രെച്ചിന് ലെഫ്റ്റിലേക്കുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമായിട്ടും കാരണമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ദി ഫിക്സഡ് ഫാക്ടർ. അവിടെ നമ്മൾ ഫിക്സഡ് ഫാക്ടറിനെ നല്ല രീതിയിൽ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ഫലമായി എന്താണ്, നമ്മൾ വേരിയബിൾ ഫാക്ടറിൻ്റെ സ്കില്ലും പ്രൊഡക്ടിവിറ്റിയും അതിൻ്റെ ഫലമായി വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് കുറയുന്നത്, ഫോളിംഗ് പോർഷനിൽ കോസ്റ്റ് കുറയുന്നത്. അത് കോസ്റ്റ് കുറയുന്നതാണ് അത് കാണിക്കുന്നത്. അപ്പം ഈ നല്ല ലേബറേഴ്സിന് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നു, റോ മെറ്റീരിയൽസിന് വേസ്റ്റേജ് ഒന്നും ഇല്ലാതാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, നല്ലതുപോലെ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ദ പ്ലാന്റ് ഉണ്ടായെടുക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ബെറ്റർ സ്കിൽസും ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇതെല്ലാം വരുമ്പോഴത്തേക്ക് എന്താണ്, വേസ്റ്റേജ് ഓഫ് റോ മെറ്റീരിയൽസ് ഈസ് റെഡ്യൂസ്ഡ്, റോ മെറ്റീരിയൽസിൻ്റെ വേസ്റ്റേജ് ഒക്കെ കുറയും. അപ്പം മാത്രമല്ല അതിൻ്റെ ഫലമായി മൊത്തം പ്ലാന്റിൻ്റെ ഒരു നല്ല ബെറ്റർ യൂട്ടിലൈസേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് ആ ഇനിഷ്യൽ സ്റ്റേജിൽ കോസ്റ്റ് കുറയുകയാണ്. കോസ്റ്റ് കുറയുന്നത് വെച്ചാൽ ബെറ്റർ യൂട്ടിലൈസേഷൻ കൊണ്ടും നല്ല രീതിയിൽ നമ്മൾ ഫിക്സഡ് ഫാക്ടറിനെ ഉപയോഗിക്കുന്നത് കൊണ്ടും വേരിയബിൾ ഫാക്ടറിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുന്നത് കൊണ്ടുമാണ് ഈ ഭാഗത്ത് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി നമ്മൾ എവിടെ എത്തും, നമ്മളൊരു ബെറ്റർ യൂട്ടിലൈസേഷനിലേക്ക്, പ്ലാന്റിൻ്റെ ഒരു നല്ല ഉപയോഗത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നു. അതാണ് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ഫസ്റ്റ് പോർഷനിൽ ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറയുകയാണ്. അപ്പോൾ അവിടെ കുറഞ്ഞു വരുന്ന പോർഷനിൽ എന്ത് താഴെയാണ്, മാർജിനൽ കോസ്റ്റ് ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ താഴെയാണ്. അതിനുശേഷം ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് കാണുന്നുണ്ട്. അവിടെ നമുക്ക് ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്, അല്ലേ? അവിടെ മാർജിനൽ കോസ്റ്റും തുല്യമാണ്, ആവറേജ് വേരിയബിൾ കോസ്റ്റും മാർജിനൽ കോസ്റ്റും തുല്യമാണ്. അതിൻ്റെ ശേഷം ആ ഫ്ലാറ്റ് സ്ട്രെച്ച് എൻഡ് ചെയ്യുന്ന പോയിന്റിൽ ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് വർദ്ധിക്കുന്നു. അപ്പോൾ മാർജിനൽ കോസ്റ്റ് അതിനേക്കാൾ സ്പീഡിൽ വർദ്ധിക്കുന്നു. അപ്പോൾ ഏതാണ് കൂടുതൽ, മാർജിനൽ കോസ്റ്റാണ് ആ സമയത്ത് കൂടുതൽ. അപ്പം ഈ ഡിക്രീസിങ് പാർട്ടെന്ന് പറഞ്ഞാൽ എന്തിനാ കാണിക്കുന്നു, കോസ്റ്റ് കുറയുന്നതെന്ന് പറയുന്നു. അപ്പോൾ അത് എന്തിൻ്റെ ഫലമായിട്ടാണ്, വേരിയബിൾ ഫാക്ടറിനെ, ഫിക്സഡ് ഫാക്ടറിനെ നല്ലതുപോലെ ഉപയോഗിക്കുന്നതും വേരിയബിൾ ഫാക്ടറിൻ്റെ നല്ല ഉപയോഗം, അതായത് നല്ല രീതിയിലുള്ള അവരുടെ വേരിയബിൾ ഫാക്ടറിൻ്റെ സ്കില്ലും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറയുന്നത്. അതേസമയം ഈ ഇൻക്രീസിങ് പോർഷൻ എന്ന് പറയുന്നത്, ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ ഇൻക്രീസിങ് പോർഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഷോസ് ദ റിഡക്ഷൻ ഇൻ ലേബർ പ്രൊഡക്ടിവിറ്റി. എന്ത് കുറയുന്നതാണ്, ലേബേഴ്സിൻ്റെ വേരിയബിൾ ഫാക്ടറായ ലേബറുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നതാണ് ഈ ഇൻക്രീസിങ് പോർഷൻ കാണിക്കുന്നത്. അത് പ്രധാനമായിട്ടും ചില കാരണങ്ങളുണ്ട്. വൈ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഡിക്രീസസ് ഇൻ ദ ഇൻക്രീസിങ് പാർട്ട് ഓഫ് ദ ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ ഇൻക്രീസിങ് പോർഷനിൽ ലേബർ പ്രൊഡക്ടിവിറ്റി കുറയുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒന്നെന്ന് പറഞ്ഞാൽ ലോങ്ങർ അവേഴ്സ് ഓഫ് വർക്ക്, നമ്മൾ അധികം ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദർ മേ ബി ഓവർ ടൈം പേയ്മെൻറ്റ്. ഇപ്പോൾ ഓവർ ടൈം ലോങ്ങർ അവേഴ്സ് ഓഫ് വർക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, ദർ വിൽ ബി ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് ലേബറേഴ്സിൻ്റെ കോസ്റ്റ് കൂടും. എന്തുകൊണ്ടാണ്, ഓവർ ടൈം പേയ്മെൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരും. ഓവർ ടൈം വർക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള വേജിനേക്കാൾ കൂടുതൽ വേജ് കൊടുക്കുമ്പോൾ കോസ്റ്റ് കൂടേണ്ടി വരും. മാത്രമല്ല റോ മെറ്റീരിയൽസിലുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽസിലുള്ള വേസ്റ്റേജ് ഉണ്ടാവും. മാത്രമല്ല നമ്മൾ പറഞ്ഞു ഓവർ ടൈം കൂടുതൽ ഷിഫ്റ്റൊക്കെ വർക്ക് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് മെഷീൻസൊക്കെ കൂടുതലായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് മെഷീൻ ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ ആ കാരണങ്ങളൊക്കെ കൊണ്ട് ഈ റൈസിങ് ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വർദ്ധിക്കുകയാണ്, ഇൻ ദാറ്റ് പോർഷൻ ദ കോസ്റ്റ് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ അവിടെ നമ്മൾ കോസ്റ്റ് കൂടുകയാണ്. അപ്പോൾ ഈ ലേബർ പ്രൊഡക്ടിവിറ്റി കുറയുന്നത് എന്തുകൊണ്ടാണ്, ലോങ്ങർ അവേഴ്സ് ഓഫ് വർക്ക് കൊണ്ട്, അതുപോലെ ലേബറിൻ്റെ കോസ്റ്റ്, ഓവർ ടൈം പേയ്മെൻറ്റ് കൊണ്ട് ലേബറിൻ്റെ കോസ്റ്റ് കൂടുന്നതുകൊണ്ട്, റോ മെറ്റീരിയൽസിൻ്റെ വേസ്റ്റ് ഉണ്ടാകുന്നതുകൊണ്ട്, മാത്രമല്ല മെഷീനറിയുടെ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നതുകൊണ്ട്. അപ്പോൾ അതൊക്കെ മൂലം എന്ത് സംഭവിക്കുന്നു, ഈ പീരീഡിൽ ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഫീൽഡിൽ നമ്മൾ മോഡേൺ മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഇറ്റ് തിയററ്റിക്കലി എസ്റ്റാബ്ലിഷസ് ദാറ്റ് ദ ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഹാസ് എ
ഫ്ലാറ്റ് സ്ട്രെച്ച് ഓവർ എ റേഞ്ച് ഓഫ് ഔട്ട്പുട്ട്. ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഒരു ഔട്ട്പുട്ട് റേഞ്ചിൽ തന്നെ ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഷോർട്ട് ആൻഡ് കോസ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിൻ്റെ പ്രത്യേകത എന്നാണ് നമ്മുടെ മോഡേൺ മൈക്രോ എക്കണോമിക്സിൽ പറയുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ റിസർവ് കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. സോ ദാറ്റ് ഷോസ് ദ റിസർവ് കപ്പാസിറ്റി. സോ ദിസ് റിസർവ് കപ്പാസിറ്റി ഹെൽപ്സ് to make constant average short and average variable cost constant over a range of output. അപ്പോൾ ഈ റിസർവ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് ഒരു ഔട്ട്പുട്ട് റേഞ്ച് മൊത്തത്തിലായിട്ട് ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അതായത് ഈ റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഇത് പ്ലാന്റിൽ ഉണ്ടാക്കിയെടുക്കുന്നത്? അതായത് ഒരു ഫേമിൻ്റെ ഓപ്പറേഷന് മാക്സിമം ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ്. അഥവാ ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ ഫേമിന് മാക്സിമം ഫ്ലെക്സിബിളായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പെട്ടെന്ന് അവരുടെ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ റിസർവ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് എന്താണ്, ദാറ്റ് വിൽ ഹെൽപ്പ് ദ ഫേം ടു ഇൻക്രീസ് ഇറ്റ്സ് പ്രൊഡക്ഷൻ. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്, ഈ റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ എക്സസ് കപ്പാസിറ്റി വിച്ച് ഈസ് അറൈസിങ് വിത്ത് ദ യു-ഷേപ്ഡ് കോസ്റ്റ് ഓഫ് ദ ട്രഡീഷണൽ തിയറി ഓഫ് ദ ഫേം. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ തിയറി നമുക്കറിയാം, നമ്മൾ കോസ്റ്റിൻ്റെ ഷേപ്പ് പറഞ്ഞ യു ഷേപ്പാണ്. അപ്പോൾ ആ യു ഷേപ്പിൽ നമ്മൾ കേർവിൽ നമ്മളൊരു എക്സസ് കപ്പാസിറ്റിയെക്കുറിച്ച് പറഞ്ഞു. ആ എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ റിസർവ് കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വ്യത്യാസമാണ്. എക്സസ് കപ്പാസിറ്റി നമ്മൾ ഏതുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്? യു ഷേപ്ഡ് കോസ്റ്റ് കർവ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. പക്ഷേ ഈ റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഈ സോസർ ഷേപ്ഡ് കോസ്റ്റ് കർവ് ഞാൻ പറയുന്നത് അത് ഒരു റേഞ്ച് ഓഫ് ഔട്ട്പുട്ടിൽ എന്തായിരിക്കും, സോസർ ഷേപ്ഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്ന ഇവിടെ SAVC MC എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഈ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു സോസർ ഷേപ്പാണ് അല്ലേ, ഒരു സോസറിൻ്റെ ഷേപ്പാണ് അത്രയും ഭാഗമുള്ള, യു ഷേപ്പ് അല്ല. ഒരു റേഞ്ച് ഓഫ് ഔട്ട്പുട്ടിന് നമുക്ക് കോസ്റ്റ് ഏറ്റവും മിനിമം ആയിരിക്കുക അത്രയും പോർഷനിൽ. അപ്പോൾ ഇവിടെ ട്രഡീഷണൽ തിയറിയിൽ പറയുന്നത് വെച്ചാൽ എന്താണ്, ഈച്ച് പ്ലാന്റ് ഈസ് ഡിസൈൻ വിത്തൗട്ട് എനി ഫ്ലെക്സിബിലിറ്റി. അപ്പം ഓരോ പ്ലാന്റും നിർമ്മിക്കപ്പെടുന്നത് ഫ്ലെക്സിബിലിറ്റി ഇല്ലാതാണ്. അതായത് വി ക്യാൻ ഒപ്റ്റിമലി പ്രൊഡ്യൂസ് ഓൺലി 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് ഒപ്റ്റിമലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. അതായത് ഇതാണ് ഇത് കാണിക്കുക. XM എന്ന് പറയുന്നത് നമുക്കൊരു പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് മാത്രമാണ് ഏറ്റവും മിനിമം കോസ്റ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. അതേസമയം ഇവിടെ നോക്കുക, റിസർവ് കപ്പാസിറ്റിയുടെ പോർഷനിൽ X1 തൊട്ട് X2 വരെയുള്ള റേഞ്ച് ഓഫ് ഔട്ട്പുട്ടിൽ നമുക്ക് എന്താണ് ഇത്രയും റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് X1 തൊട്ട് X2 വരെയുള്ള അത്രയും ഔട്ട്പുട്ട് റേഞ്ചിൽ നമുക്ക് ഏറ്റവും കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് ഓപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നോക്കെ, ഈ ഉദാഹരണത്തിന് നമ്മൾ ഈ ഫിഗറിൽ XM എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ XM എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി ദ സിംഗിൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട് വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ഓപ്റ്റിമാലിറ്റി. അപ്പോൾ ഓപ്റ്റിമമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരൊറ്റ യൂണിറ്റ് ഔട്ട്പുട്ടാണ് ഇതിനകത്തുള്ളത്, ഈ ലെഫ്റ്റ് ഫിഗറിൽ XM എന്ന് പറയുന്നത്. അപ്പം അഥവാ ഈ ഫേം എന്ന് പറയുന്നത് ഇഫ് ഹീ ഈസ് പ്രൊഡ്യൂസിങ് an ഔട്ട്പുട്ട് വിച്ച് ഈസ് സ്മോളർ ദാൻ XM-നേക്കാൾ താഴെയുള്ള ഒരു ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദർ ഈസ് എക്സസ് കപ്പാസിറ്റി. അവിടെ അൺപ്ലാൻഡ് കപ്പാസിറ്റി ഉണ്ട്. അതായത് ഇതിനേക്കാൾ കോസ്റ്റ് കുറച്ച് അയാൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. X എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നോക്കെ അയാൾക്ക് അതിനേക്കാൾ വീണ്ടും കോസ്റ്റ് കുറച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുക, XM വരെയുള്ള ഔട്ട്പുട്ട് അയാൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതാണ് എന്നു പറയുന്നത്, അത് എക്സസ് കപ്പാസിറ്റി അല്ലെങ്കിൽ അൺപ്ലാൻഡ് കപ്പാസിറ്റിയാണ്. അതായത് XM മൈനസ് X എന്ന് പറയുന്നതാണ് അയാളുടെ എക്സസ് കപ്പാസിറ്റി അല്ലെങ്കിൽ അൺപ്ലാൻഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. XM-ൽ നിന്ന് നമ്മൾ X കുറച്ച് കഴിഞ്ഞാൽ അത്രയും പോർഷനാണ് അയാളുടെ എക്സസ് കപ്പാസിറ്റി അല്ലെങ്കിൽ അൺപ്ലാൻഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തിന് കാരണമാകും? യൂണിറ്റ് കോസ്റ്റ് കൂടാൻ കാരണമാകും. കാരണം XM-ൽ നിന്ന് X-ലേക്ക് പോകുന്നതോറും യൂണിറ്റ് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിന് ലെഫ്റ്റിലേക്കുള്ള ഏതൊരു ഔട്ട്പുട്ട് എടുത്താലും അയാളുടെ യൂണിറ്റ് കോസ്റ്റ് കൂടുതലായിരിക്കും. XM ആണ് ആകെയുള്ള ഒരു ഒപ്റ്റിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഏറ്റവും മിനിമം കോസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ഒപ്റ്റിമം ഔട്ട്പുട്ട് XM ആണ്. അതിന് ലെഫ്റ്റിലേക്ക് പോകുന്തോറും അയാളുടെ യൂണിറ്റ് കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഹയർ യൂണിറ്റ് കോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് ട്രഡീഷണൽ തിയറിയിൽ പറയുന്ന അതാണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ സോസർ ഷേപ്ഡ് കർവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ റിസർവ് കപ്പാസിറ്റി പറയുന്നത്. അത് മോഡേൺ തിയറിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഈ മോഡേൺ തിയറിയിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും X1 തൊട്ട് X2 വരെ എന്താണ്, ഇറ്റ് ഷോസ് പ്ലാൻഡ് റിസർവ് കപ്പാസിറ്റി. സോ ദർ ഈസ് നോ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഇൻ ദീസ് പോർഷൻ.
അപ്പോൾ ഈ പോർഷനിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ എന്തുണ്ടാകുന്നില്ല, ദർ ഇസ് നോ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നല്ല, കോസ്റ്റ് വർദ്ധിക്കുന്നില്ല. അതേസമയം ഈ എക്സസ് കപ്പാസിറ്റിയിൽ ഈ എക്സ് ലെഫ്റ്റിലേക്ക് ഏതൊരു ഔട്ട്പുട്ട് എടുത്താലും എന്ത് സംഭവിക്കും, കോസ്റ്റ് കൂടുന്നു. അതേസമയം ഈ X1 തൊട്ട് X2 വരെയുള്ള ഈ ലോങ് റൺ കോസ്റ്റ് കർവിനകത്ത് X1 തൊട്ട് X2 വരെയുള്ള പോർഷൻ എന്ന് പറയുന്നത് റിസർവ് കപ്പാസിറ്റിയാണ്. അപ്പോൾ അതിൽ അവിടെ എന്താണ് യൂണിറ്റ് കോസ്റ്റിൽ അല്ലെങ്കിൽ കോസ്റ്റിൽ വർധന ഉണ്ടാവുന്നില്ല. അപ്പോൾ അതായത് ഒരു ഫേം എപ്പോഴും അയാളുടെ പ്ലാന്റ് ഏകദേശം X1 അല്ലെങ്കിൽ X2 അടുത്തുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും അയാൾ ഉൽപ്പാദിപ്പിക്കുന്നത്. സോ ഫേം ഓൾവേസ് എക്സ്പെക്ട്സ് ദാറ്റ് യൂസിങ് ഹിസ് പ്ലാൻ സംടൈംസ് ക്ലോസർ ടു X1 ആൻഡ് സംടൈംസ് ക്ലോസർ ടു X2. ഒന്നുകിൽ X1 അടുപ്പിച്ച ഒരു ഔട്ട്പുട്ടായിരിക്കും ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ X2 അടുപ്പിച്ച ഉള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും ഉൽപ്പാദിപ്പിക്കുക. ഒരു സാധാരണ ഒരു എൻ്റർപ്രണർ ഒരു ആവറേജ് നമുക്ക് എന്താ പറയാം, നമുക്ക് ശരാശരി ഒരു എൻ്റർപ്രണറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഹി എക്സ്പെക്ട്സ് ടു ഓപ്പറേറ്റ് ദ പ്ലാൻ വിതിൻ ദ X1 X2 റേഞ്ച്. on an average we can say that an entrepreneur will expect to operate within the X1 X2 range. ഒരു എൻ്റർപ്രണർ എപ്പോഴും X1 X2 റേഞ്ചിൽ ഓപ്പറേറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു ഫേമിൻ്റെയും ഏതൊരു ഫേമും ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നോർമൽ ലെവൽ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഈ അതായത് ഇവരുടെ മൊത്തം കപ്പാസിറ്റിയുടെ 2/3 ഭാഗത്തിനും എന്താണ് 4/3 ഭാഗത്തിനും ഇടയിലുള്ള ഒരു പോർഷനായിരിക്കും. 2/3 ഭാഗത്തിനും 4/3 ഭാഗത്തിനും ഇടയിലുള്ള ഒരു പോർഷനായിരിക്കും. അതായത് X2 അടുത്തുള്ള ഒരു പോർഷനിലേക്കായിരിക്കും അയാൾ ഉൽപ്പാദിപ്പിക്കുന്നത്. 3 ക്വാർട്ടേഴ്സിന് ഉള്ള ഒരു കപ്പാസിറ്റി, അതായത് ഒരു 1/4 ഭാഗം വരുന്ന ഒരു കപ്പാസിറ്റി, ഏകദേശം ഒരു X2 അടുത്തുള്ള ഒരു പോർഷനിലേക്കായിരിക്കും അയാൾ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുക. X1 അടുത്തേക്ക് നിൽക്കാതെ X2 അടുത്തേക്കായിരിക്കും അയാൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത്. അതായിരിക്കും അയാൾ ഈ എന്താണ് നോർമൽ ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആയിട്ട് സങ്കല്പിക്കുന്നത്. അവരുടെ പ്ലാന്റിൻ്റെ ഈ എക്സസ് കപ്പാസിറ്റിക്ക് ഉള്ളിൽ തന്നെ ഏകദേശം X2 അടുത്തിട്ടുള്ള ഒരു ലെവൽ ഓഫ് യൂട്ടിലൈസേഷൻ ആയിരിക്കും അവർ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫേം ഏറ്റവും നോർമലായിട്ട് അവർ പരിഗണിക്കുന്ന ലെവൽ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാന്റിനെയാണ് നമ്മൾ പറയുന്നത് ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഫേമിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ലോഡ് ഫാക്ടർ. അപ്പോൾ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലോഡ് ഫാക്ടർ മീൻസ് ദ ലെവൽ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ദ പ്ലാൻ വിച്ച് ഫേംസ് കൺസിഡർ ആസ് നോർമൽ. അതായത് ഒരു പ്ലാന്റിൻ്റെ ഏത് ലെവൽ യൂട്ടിലൈസേഷനാണോ ഒരു ഫേം നോർമലായിട്ട് പരിഗണിക്കുന്നത്, സാധാരണയായിട്ട് പരിഗണിക്കുന്നത്, അതിനെയാണ് നമ്മൾ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ X2 അടുത്തേക്കുള്ള ഒരു പോർഷനാണ് അവർ പരിഗണിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫേം സാധാരണയായിട്ട് പ്ലാന്റ് യൂട്ടിലൈസേഷന് വേണ്ടി നോർമലായിട്ട് പരിഗണിക്കുന്ന ഒരു ലെവൽ ഓഫ് യൂട്ടിലൈസേഷനെയാണ് നമ്മളെന്ത് പറയുന്നത് ലോഡ് ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ആവറേജ് ടോട്ടൽ കോസ്റ്റ് നമുക്കറിയാം. ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ, അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ എങ്ങനെയാണ്? ആഡിങ് ഏതൊക്കെയാണ്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ സങ്കല്പിക്കുമ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു നോർമൽ പ്രോഫിറ്റും കൂടെ വരുന്നുണ്ട്. ആ ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് ടോട്ടൽ കോസ്റ്റ് അഥവാ ആവറേജ് കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആവറേജ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് കർവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ according to the modern theory, the average total cost or the short-term average total cost falls continuously up to the level of output XA at which the reserve capacity is exhausted. അതായത് റിസർവ് കപ്പാസിറ്റി തീരുന്ന ഒരു ഔട്ട്പുട്ട് ലെവലുണ്ട്. ഇവിടെ നമുക്കറിയാം റിസർവ് കപ്പാസിറ്റി തീരുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ XA ആണ്. ആ XA എന്ന് പറയുന്ന പോർഷൻ വരെ ഷോർട്ട് ആൻഡ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് ആവറേജ് കോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദാറ്റ് ലെവൽ ദ ആവറേജ് ടോട്ടൽ കോസ്റ്റ് സ്റ്റാർട്ട്സ് റൈസിങ്. അതിനുശേഷം ഈ ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യും? വർദ്ധിക്കും. അപ്പോൾ എവിടെ വരെയാണ്? അറ്റ് ദ പോയിന്റ് വെയർ ദ റിസർവ് കപ്പാസിറ്റി ഈസ് എക്സോസ്റ്റഡ്. റിസർവ് കപ്പാസിറ്റി ഇല്ലാതാവുന്ന പോയിന്റ് വരെയും എന്താണ് ദ ഷോർട്ട് ആൻഡ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് കണ്ടിന്യൂസ്ലി ഫോൾസ്. അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ആഫ്റ്റർ ദ റിസർവ് കപ്പാസിറ്റി ഈസ് എക്സോസ്റ്റഡ് ദ ഷോർട്ട് ആൻഡ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് വിൽ ഇൻക്രീസ്. അതിനുശേഷം ഷോർട്ട് ആൻഡ് ആവറേജ് കോസ്റ്റ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് വർദ്ധിക്കും. അപ്പോൾ ഈ മിനിമം പോയിന്റിലാണ് മാർജിനൽ കോസ്റ്റ് ഏതിനെ മീറ്റ് ചെയ്യുക? ആവറേജ് ടോട്ടൽ കോസ്റ്റിനെ കട്ട് ചെയ്യുക എന്ന് പറയുന്നത്.
ഈ മിനിമം പോയിന്റിലാണ്, അതായത് ഈ ടോട്ടൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഏറ്റവും മിനിമം എത്തുന്ന പോയിന്റ് എന്ന് വെച്ചാൽ റിസർവ് കപ്പാസിറ്റിയുടെ പോയിന്റാണ്. ആ പോയിന്റിലായിരിക്കും എം സി ആരെ കട്ട് ചെയ്യുക, ടോട്ടൽ ആവറേജ് ടോട്ടൽ കോസ്റ്റിനെ കട്ട് ചെയ്യുക എന്ന് പറയുന്നത്. സോ എം സി വിൽ ഇൻ്റർസെക്ട് ദ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് അറ്റ് ദിസ് മിനിമം പോയിന്റ്. അപ്പോൾ അത് എപ്പോഴും ഏതിന് റൈറ്റിലേക്കായിരിക്കും ഉണ്ടാവുക, എക്സ് എ എന്ന് പറയുന്ന ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എൻഡ് ചെയ്യുന്ന ആ ഒരു ഔട്ട്പുട്ടിൻ്റെ അവിടെയായിരിക്കും ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ മാർജിനൽ കോസ്റ്റ് കർവ് ഏതിനെ കട്ട് ചെയ്യുന്ന, ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവിനെ മിനിമം പോയിന്റിലായിരിക്കും ആര് കട്ട് ചെയ്യുന്നത്, മാർജിനൽ കോസ്റ്റ് കർവ് അതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോഴും എന്താണ്, എക്സ് എ അല്ലെങ്കിൽ എന്താണ് എന്നാ പറയുന്ന ഔട്ട്പുട്ടിന് എവിടേക്കായിരിക്കും, റൈറ്റിലേക്കായിരിക്കും. അതിന് ആ ഒരു റൈറ്റിൻ്റെ ആ പോയിന്റിലായിരിക്കും എന്ത് സംഭവിക്കുക എന്ന് പറയുന്നത്, ആ പോയിന്റിലായിരിക്കും ഈ ഫ്ലാറ്റ് സ്ട്രെച്ച്, നമ്മുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിൻ്റെ ഫ്ലാറ്റ് സ്ട്രെച്ച് അവസാനിക്കുന്നത്. ആ ഫ്ലാറ്റ് സ്ട്രെച്ച് അവസാനിക്കുന്നതിൻ്റെ റൈറ്റിലേക്കായിരിക്കും. ആ ഫ്ലാറ്റ് സ്ട്രെച്ച് അവസാനിക്കുന്ന പോയിൻ്റാണ് എവിടെയെന്ന് പറയുന്നത്, ഈ അതിന് ആ പോയിന്റിലായിരിക്കും എവിടെയെന്ന് പറയുന്നത് ഈ എം സി കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏതിൻ്റെ മിനിമം പോയിന്റിലായിരിക്കും, ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവിൻ്റെ മിനിമം പോയിന്റിലായിരിക്കും. അത് ഏതിന് റൈറ്റിലേക്കായിരിക്കും, എക്സ് എ എന്ന് പറയുന്ന ഔട്ട്പുട്ടുണ്ട്. എക്സ് എ എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് എൻഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് എക്സ് എ എന്ന് പറയുന്ന ഔട്ട്പുട്ട് വരുന്നത്. അതിന് റൈറ്റിലായിരിക്കും ഏതിൻ്റെ മിനിമം പോയിന്റ് വരുന്നത്, ഷോർട്ട് ആൻഡ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവിൻ്റെ മിനിമം പോയിന്റ് വരുന്നത്. ആ മിനിമം പോയിന്റിലായിരിക്കും ആര് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത്, മാർജിനൽ കോസ്റ്റ് കർവ് അതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താ മനസ്സിലായ, ദ മാർജിനൽ കോസ്റ്റ് വിൽ ഇൻ്റർസെക്റ്റ് ദ ഷോർട്ട് ആൻഡ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് അറ്റ് ഇറ്റ്സ് മിനിമം പോയിന്റ്. മിനിമം പോയിന്റിലായിരിക്കും. ആ മിനിമം പോയിന്റ് എവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞത്, എക്സ് എ എന്ന് പറയുന്ന ഔട്ട്പുട്ട്, അതെന്ന് പറഞ്ഞാൽ ആ റിസർവ് കപ്പാസിറ്റി എൻഡ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും എക്സ് എ എന്ന് പറയുന്ന ഔട്ട്പുട്ട്. അതിൻ്റെ റൈറ്റിലേക്കായിരിക്കും ഏതിൻ്റെ ലോവസ്റ്റ് പോയിന്റ് വരുന്നത്, ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവിൻ്റെ ലോവസ്റ്റ് പോയിന്റ് വരുന്നത്. ആ ലോവസ്റ്റ് പോയിന്റിലായിരിക്കും ആര് കട്ട് ചെയ്യുന്നത്, മാർജിനൽ കോസ്റ്റ് കർവ് ആരെ കട്ട് ചെയ്യുന്നത്, ഷോർട്ട് ആൻഡ് ആവറേജ് ടോട്ടൽ കോസ്റ്റിനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഷോർട്ട് ആൻഡ് ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു കോമ്പസിഷൻ നോക്കാം. ഷോർട്ട് ആൻഡ് ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഉണ്ടാവുന്നത്. ഷോർട്ട് ആൻഡ് ടോട്ടൽ കോസ്റ്റ് നമുക്കറിയാം, ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും പ്ലസ് എ നോർമൽ പ്രോഫിറ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഒരു നോർമൽ പ്രോഫിറ്റ് കൂടെ ചേർന്നിട്ടാണ് ഷോർട്ട് ആൻഡ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമുക്കറിയാം എന്തൊക്കെയാണെന്ന്, ലേബർ കോസ്റ്റ് വിച്ച് വേരി വിത്ത് ഔട്ട്പുട്ട്, അല്ലേ, ഔട്ട്പുട്ട് അനുസരിച്ച് വ്യത്യാസപ്പെടുന്ന ലേബർ കോസ്റ്റ് ഉണ്ട്, റോ മെറ്റീരിയൽസ് കോസ്റ്റ് ഉണ്ട്, റണ്ണിങ് എക്സ്പെൻസ് ഓഫ് മെഷീനറി. ഇത്രയാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ വരുന്നത്. പിന്നെ നോർമൽ പ്രോഫിറ്റ് ഉണ്ട് അവിടെ. പിന്നെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം, സാലറീസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, പ്രൊഡക്ഷൻ സ്റ്റാഫ് പെയ്ഡ് ഓൺ എ ഫിക്സഡ് ബേസിസ് എന്ന് പറഞ്ഞു, ഫിക്സഡ് എക്സ്പെൻസസ് ഓഫ് പ്ലാൻ ഉണ്ടാകുന്ന ഫിക്സഡ് ചിലവ്, ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ലാൻഡ് ആവാം, ബിൽഡിങ്സ് ആവാം, അപ്പോൾ അതിനുണ്ടാകുന്ന ഡിപ്രീസിയേഷൻ, ഇതെല്ലാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ട്രീ ചാർട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഷോർട്ട് ആൻഡ് ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് നോർമൽ പ്രോഫിറ്റ്. Total variable cost composed of labor cost and raw material cost and running expenses of machinery. Then total fixed cost include salaries of administrative staff and staffs which are paid on a regular fixed basis. Then fixed expenses of plants. Then depreciation of fixed capital. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഷോർട്ട് ആൻഡ് ടോട്ടൽ കോസ്റ്റിനകത്ത് ഉൾക്കൊള്ളുന്നത്. നമുക്കത് മാത്തമാറ്റിക്കലായിട്ട് നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ മാത്തമാറ്റിക്കലി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, C = B0 + B1x എന്ന് പറയുന്നുണ്ട്, അല്ലേ. അതാണ് നമ്മളിവിടെ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻ നമ്മൾ കാണിക്കുന്ന മോഡേൺ തിയറി അനുസരിച്ച് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് = B0 + B1x എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ B0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, B1x എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എങ്ങനെയാണ്, ഒരു പാരലലായിട്ടുള്ള ഒരു പോസിറ്റീവ് സ്ലോപ്പുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ് ഓവർ ദ റേഞ്ച് ഓഫ് എക്സസ് കപ്പാസിറ്റി ഭാഗത്ത് റിസർവ് കപ്പാസിറ്റി ഭാഗത്ത് ടോട്ടൽ കോസ്റ്റ് കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ AFC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. അത് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. അതെന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് നമുക്കറിയാം. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ B0 ആണ്. B0 ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ X ആണ്. അപ്പോൾ B0 ഡിവൈഡ് ബൈ X ആണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്.
ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് നമുക്ക് അറിയാം, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് ഔട്ട്പുട്ട് കൊണ്ട് ഹരിക്കണം. ഇവിടെ വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ B1x ആണ്. B1xനെ നമ്മൾ എന്തുകൊണ്ട് ഹരിക്കും? എക്സ് കൊണ്ട് ഹരിക്കും. അപ്പോൾ B1x ഡിവൈഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സും എക്സും കട്ട് ചെയ്ത് പോവും. B1 ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇനി ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട്. ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ടോട്ടൽ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഹരിക്കണം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. B0 പ്ലസ് B1x ആണ്. അപ്പോൾ B0 ഒരു സെപ്പറേറ്റ് ടേമാണ്. B0 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് B1x ഡിവൈഡ് ബൈ എക്സ്. B0യെ നമ്മൾ എക്സ് കൊണ്ട് ഹരിക്കുന്നു. ടോട്ടൽ വേരിയബിൾ ഫിക്സഡ് കോസ്റ്റായ B0 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റായ B1x ഡിവൈഡ് ബൈ എക്സ്. അപ്പോൾ B0 ബൈ എക്സ് നമ്മൾ അതാണ്, അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് കിടുന്നു. പ്ലസ് B1x ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്നത് എക്സും എക്സും കട്ടാവും, B1 മാത്രം. അപ്പോൾ ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ B0x പ്ലസ് B1 എന്നുള്ളത് ആവറേജ് ടോട്ടൽ കോസ്റ്റ് ആവുന്നു. ഇനി എം സി എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് കോയിൻസൈഡ്സ് വിത്ത് ABC. ABCയുടെ അതേപോലെ ABCയുടെ അത്രയും ഭാഗത്ത് ഒരേ രണ്ട് ഈക്വൽ ആയിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ. ABCയുടെ അതേ ഭാഗത്ത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും MC എന്ന് പറയുന്നത്. അപ്പം ABC എങ്ങനെ കണ്ടുപിടിക്കുക? ABC എന്ന് പറഞ്ഞാൽ MCയും ABCയും അതേ സമയത്ത് ആ ഫ്ലാറ്റ് സ്ട്രെച്ചിൽ ഈക്വൽ ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈനും ആയിരിക്കും. ഇപ്പോൾ ഡോ C ബൈ ഡോ എക്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് B0 ബൈ എക്സ് എന്നുള്ളത്, അത് നമ്മൾ അവിടെ എക്സിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് അത് കട്ടായി പോവും. അടുത്തതായിട്ട് B1x ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്നത്, അപ്പോൾ അതിൽ എക്സും കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ B1 എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് MC എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സസ് കപ്പാസിറ്റി റേഞ്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് MC ഈക്വൽ ടു ABC ഈക്വൽ ടു B1. MC ABC B1ഉം ഒക്കെ ഈക്വൽ ആയിരിക്കും. പക്ഷേ ATCയുടെ പ്രത്യേകത, ആവറേജ് ടോട്ടൽ കോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിൽ മൊത്തം ഈ റിസർവ് കപ്പാസിറ്റി നിലനിൽക്കുന്ന ആ റേഞ്ചിൽ മൊത്തവും ആവറേജ് ടോട്ടൽ കോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനപ്പുറത്തേക്ക് അത് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ഇൻക്രീസിങ് പാർട്ടിൽ നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഡസ് നോട്ട് അപ്ലൈ ടു ദ ഔട്ട്പുട്ട് ബിയോണ്ട് ദ റിസർവ് കപ്പാസിറ്റി. അപ്പോൾ റിസർവ് കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറയാറില്ല. ഈ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ ഏത് ഭാഗത്താണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക? ഈ റിസർവ് കപ്പാസിറ്റിയുടെ ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. ഇതാണ് ടോട്ടൽ കോസ്റ്റ് കർവിൻ്റെ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കർവിൻ്റെയൊക്കെ ഒരു നമ്മൾ ഇതായിട്ട് പറയുന്നത്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും കാണിക്കുന്നുണ്ട് മോഡേൺ തിയറി അനുസരിച്ച്. ഇതവിടെ നോക്കൂ, ഈ സ്ട്രെച്ചിങ് പോർഷൻ എന്ന് പറയുന്നത് ആ റിസർവ് കപ്പാസിറ്റിയെ കാണിക്കുന്നതാണ് ഇവിടുത്തെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ആ റിസർവ് കപ്പാസിറ്റി ഭാഗത്ത് ഷോർട്ട് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആയിരിക്കും. അവിടെയൊക്കെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് ആൻഡ് ആവറേജ് കോസ്റ്റും കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പോർഷനിൽ എന്തൊക്കെ ഈക്വൽ ആയിരിക്കും? ഷോർട്ട് ആൻഡ് ആവറേജ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആയിരിക്കും എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.